ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ജ്യൂസ് വേൾഡ്. ദീപാവലിയൊക്കെ അല്ലേ, അപ്പോൾ നമുക്ക് നല്ലൊരു സ്വീറ്റ് ആയാലോ. എൻ്റെ ഫേവറേറ്റ് ആയിട്ടായ നെയ്വട. അപ്പോൾ നമ്മുടെ ദീപാവലി മുട്ടൈൻ്റെ ബോക്സിലുള്ള ഈ നെയ്വട തന്നെയാണോ പറയാമെന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ആ ബോക്സിൽ ഉണ്ടായാലും ഈ ഒരു ഐറ്റം ഉണ്ടായാലുണ്ട് കേട്ടോ. അതുപോലെ ചായക്കടയിലുള്ള മെയിൻ എനിക്കിഷ്ടപ്പെട്ട ഒരു ഐറ്റമാണിത്. ബാക്കിയുള്ള സ്വീറ്റിനെ പോലെ ഭയങ്കര കുത്തുന്ന ആ ഒരു മധുരം ഉണ്ടാവില്ല, കഴിക്കാൻ എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്വീറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഞാൻ 250 ml കപ്പിൽ 2 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. നിങ്ങൾ അളവ് കൂട്ടിയെടുക്കുന്നതാണെങ്കിൽ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസൊക്കെ അളവ് കൂട്ടി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ചെറിയൊരു പീസ് ബട്ടർ ഇട്ടിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. സ്വീറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ അളവുകൾ കൃത്യമായിട്ടില്ലെങ്കിൽ മൊത്തത്തിലെല്ലാം കൊളായിപ്പോവും. അപ്പം ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കട്ടെ അളവുകളൊക്കെ. അപ്പോൾ ഞാൻ അതിലേക്ക് 2 ടീസ്പൂണ് മിൽമ നെയ്യും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നെയ്യില്ലെങ്കിൽ ഓയിൽ ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. എന്നാൽ പെർഫെക്റ്റ് നല്ല ഒരു സ്മെല്ലോ ടേസ്റ്റും കിട്ടണമെങ്കിൽ നെയ്യ് തന്നെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ പുട്ടുപൊടിയൊക്കെ നനച്ചെടുക്കുന്ന പോലെ തന്നെ നെയ്യൊക്കെ ഇട്ട് നല്ലതുപോലെ നനച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതും കൂടി ഇട്ടിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് തൈര്, വലിയ പുളിയില്ലാത്ത തൈര്, അതിലേക്ക് ഒരു 4 ടീസ്പൂൺ പഞ്ചസാരയും ഒരു എഗ് വൈറ്റും എടുത്തിട്ട് നല്ലതുപോലെ മിക്സാക്കി എടുക്കണം. പഞ്ചസാരയൊക്കെ ഇത് നല്ലതുപോലെ അലിഞ്ഞതാണ് കേട്ടോ. നമ്മൾ ഈ ഒരു മിക്സ് വെച്ചിട്ടാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത്. എക്സ്ട്രാ നമ്മൾ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ പഞ്ചസാരയൊക്കെ തൈരിൽ നല്ലതുപോലെ മിക്സായി കഴിഞ്ഞാൽ നമുക്കിത് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കാം. നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുക്കാൻ നോക്കണം കേട്ടോ. എന്നാൽ നമുക്ക് ഈ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിരിക്കും, പുറം ഭാഗം കുറച്ച് ക്രിസ്പി ആയിട്ടുള്ള രീതിയിലായിട്ടുണ്ടാകാം. അപ്പോൾ ഉള്ളൊക്കെ നല്ല സോഫ്റ്റായിട്ട് വരണമെങ്കിൽ നിങ്ങൾ കുഴക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുക്കാൻ ശ്രമിക്കണം. അപ്പോൾ നമ്മൾ ഡോ ഒക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഒന്ന് അടച്ചു മാറ്റി വെക്കുക. ആ സമയം കൊണ്ട് നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് പഞ്ചസാര എടുക്കുക കേട്ടോ. 250 ml 2 കപ്പ് പഞ്ചസാര എടുക്കണം. ഷുഗർ സിറപ്പിൻ്റെ പഞ്ചസാരയുടെ വെള്ളത്തിൻ്റെയൊക്കെ അളവ് നല്ല കൃത്യമായിട്ട് തന്നെ നമ്മൾ എടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ എല്ലാം കുളമായി പോവും. ചിലപ്പം ഭയങ്കര കട്ടിയായിട്ട് വരും, ഇല്ലെങ്കിൽ ഒന്നും പഞ്ചസാര പിടിക്കാത്ത പോലെയൊക്കെ ആയിപ്പോവും. അപ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ 2 കപ്പ് പഞ്ചസാരയ്ക്ക് ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. ഇനി അതിലേക്ക് ഒരു 3 ഏലക്കായും കൂടി നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇനി ഷുഗർ സിറപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അടുപ്പിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഷുഗറൊക്കെ അതിൽ നല്ലതുപോലെ അലിഞ്ഞ് ചേരുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അതാ ഏകദേശം പഞ്ചസാരയൊക്കെ നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒരു ലെമണിൻ്റെ പകുതി, വലിയതാണെങ്കിൽ ആ പകുതിയുടെ പകുതി എടുക്കുക, ഭാഗം എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ചെറുതായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പകുതി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നല്ലതുപോലെ പിഴിഞ്ഞ് അതിൻ്റെ നീര് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ ഒരു പഞ്ചസാരയുടെ ഇപ്പോൾ ഉള്ള ആ വെള്ള കളറൊക്കെ മാറിയിട്ട് നല്ല തെളിഞ്ഞ കളറായിട്ട് വരും കേട്ടോ. പഞ്ചസാരയുടെ അഴുക്കൊക്കെ മാറി നല്ല ക്ലീൻ ആയിട്ട് തന്നെ വരുന്നത് നിങ്ങൾക്ക് കാണാം. കണ്ടോ, നല്ലതുപോലെ അതിൻ്റെ ആ വൈറ്റ് കളർ മാറി തെളിഞ്ഞ വെള്ളത്തിൻ്റെ ആ ഒരു നിറമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലെമൺ എന്തായാലും ഒഴിച്ചു കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ അതാ ഇനി നമുക്ക് ഈ ഒരു നൂൽ പരുവാകുന്നവരെ വെയിറ്റ് ചെയ്യേണ്ട, അതിൻ്റെ കുറച്ച് മുമ്പായിട്ട് നമുക്ക് ഓഫ് ചെയ്ത് മാറ്റാം. അപ്പോൾ അതാ ഇനി നമുക്ക് ഓരോ ബോൾസ് ആക്കി എടുക്കണം. ഡോ നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അടിച്ച് വെക്കുമ്പോൾ ഒന്നും കൂടി സോഫ്റ്റായിട്ട് വരും. കുഴക്കുന്ന സമയത്ത് ഭയങ്കര സോഫ്റ്റായിട്ട് കുഴഞ്ഞ് പോയി നമ്മൾ കുബൂസിനൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ ഭയങ്കര സോഫ്റ്റാക്കി കുഴക്കണ്ട കേട്ടോ. കുറച്ചൊരു ഹാർഡ് ഉണ്ടാവും. പിന്നെ അത് കുഴച്ച് നമ്മൾ ഒരു അരമണിക്കൂറൊക്കെ വെക്കുമ്പോൾ ഒന്നും കൂടി സോഫ്റ്റായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് നല്ലതുപോലെ നമ്മൾ നെയ്വട ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉഴുന്നുവട നെയ്വടയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതുപോലെ ജസ്റ്റ് ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഒന്ന് റോളാക്കി പിന്നെ ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് സെൻറ്ററിൽ ഒരു ഹോൾസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഹോൾസും അതിൻ്റെ പുറംഭാഗം ഉൾഭാഗം നല്ല ഒന്ന് ക്ലീൻ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. വിരൽ വെച്ചിട്ട് ഇങ്ങനെ കയ്യിൽ വെച്ച് ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരും. ചെറിയ ക്രാക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. എണ്ണയിലിടുമ്പോൾ ചെറിയൊരു ക്രാക്ക് വരാൻ സാധ്യതയുണ്ട്. ചിലതിനൊക്കെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ ഷുഗർ സിറപ്പിലൊക്കെ ഇട്ട് എടുക്കുമ്പോൾ തന്നെ അത് സെറ്റായിട്ടുണ്ടാവും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് എല്ലാ ബോൾസും ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ. ഇന്ന് ഞാൻ ഈ സ്വീറ്റ് ഉണ്ടാക്കാൻ തന്നെ മെയിൻ കാരണം ദീപാവലി മുട്ടായിൻ്റെ ബോക്സ് ഫാദർക്ക് കൊണ്ടുവന്ന സമയത്ത് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള വട അതിലില്ല.
അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു ചടപ്പായിരുന്നു കേട്ടോ കഴിക്കാൻ. എന്നാലും വടയില്ല. ഞാൻ ചോദിക്കുകയും ചെയ്തു എന്ത് നിങ്ങൾ വട കൊണ്ടുവരാഞ്ഞ്. അപ്പോൾ ബോക്സ് അങ്ങനെ വാങ്ങിച്ചാന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ എന്തായാലും വട കഴിക്കാൻ ഇനി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പിന്നെ എന്തായാലും ട്രൈ ചെയ്യുകയും ചെയ്താൽ നിങ്ങൾക്ക് റെസിപ്പി കാണിക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ ഇതാ നമ്മളുടെ വടയൊക്കെ ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ എണ്ണ നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന സമയത്ത് നല്ല ഹൈ ഫ്ലെയിമിലാക്കുക. പിന്നെ ഇട്ട് കഴിഞ്ഞാൽ ഫ്ലെയിം കുറച്ച് വെക്കുക കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ പൊരിച്ചെടുക്കാൻ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ പുറം ഭാഗമൊക്കെ നിറം മാറി നമ്മൾ കോരിയെടുക്കും. പക്ഷേ അതിൻ്റെ ഉൾഭാഗം വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് നല്ല ചൂടുള്ള ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം സിറപ്പ് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ട് തണിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ സിറപ്പിലിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇത് കുറേ സമയം നമ്മൾ സിറപ്പിൽ ഇട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞാൻ ഈ ഒരു 2-3 ട്രിപ്പായിട്ടാണല്ലോ ഉണ്ടാക്കിയത്. അപ്പോൾ അടുത്ത ട്രിപ്പ് വറുത്ത് കോരുന്ന സമയത്ത് തന്നെ ഞാൻ ഇത് സിറപ്പിലിട്ട് ആദ്യം ഇട്ട് വെച്ചത് കോരി മാറ്റുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെ സിറപ്പൊക്കെ നല്ലതുപോലെ ഉള്ളിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം കഴിക്കാനും തന്നെ ഓവർ മധുരമൊന്നുമില്ല. ഉൾഭാഗത്തൊക്കെ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ തന്നെ വെച്ചാൽ മതി. കൂടുതൽ സമയം ഇട്ടിട്ട് ഓവർ മധുരമായി പോകണ്ട. ഷുഗർ സിറപ്പിലേക്ക് ഇതിടുന്ന സമയത്ത് ഒരു നേര് ചൂടുണ്ടാവാൻ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ തന്നെ നമ്മൾ ഈ വടയും ചൂടുണ്ടാവും. സിറപ്പിനും ഒരു അത്യാവശ്യം ചൂടുള്ള സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ അതിലേക്ക് സിറപ്പൊക്കെ കയറിക്കോളും. പിന്നെ ഇത് ചൂടോടെ കഴിക്കുന്നതിനേക്കാൾ നല്ലത് ഒന്ന് തണിഞ്ഞതിന് ശേഷം കഴിക്കുന്നതാണ് കേട്ടോ. എന്നാലേ നമ്മൾ ആ സിറപ്പൊക്കെ അതിലേക്ക് അതിൻ്റെ ഉൾഭാഗത്തും പുറത്തൊക്കെ നല്ലപോലെ സെറ്റായിട്ട് വരുള്ളൂ. അപ്പോൾ കഴിക്കാൻ നമുക്ക് ഈസി ആയിട്ടായിരിക്കും. മറ്റേ ചൂടോടെ കഴിക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഒട്ടുന്ന പോലെയൊക്കെ തോന്നും. നേരെ മറിച്ച് നമ്മൾ അതൊക്കെ ഒന്ന് സെറ്റായി കഴിഞ്ഞ് ഒന്ന് തണിഞ്ഞതിന് ശേഷം കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പുറത്ത് നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിരിക്കും. അപ്പം നമ്മൾ ഫസ്റ്റ് സിറപ്പിലിട്ടതൊക്കെ നമുക്കൊന്ന് കോരി മാറ്റാം. അപ്പോഴേക്ക് നമ്മൾ രണ്ടാമത് ഇട്ടതൊക്കെ ഒന്ന് കുക്കായിട്ടുണ്ടാവും. അത് ചൂടോടെ തന്നെ ഇതിലിട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു സമയം വരെയാണ് സിറപ്പിലിട്ട് വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടുതൽ സിറപ്പിലിട്ടിട്ട് ഭയങ്കര ഓവർ മധുരമാവാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. സ്വീറ്റ് ഉണ്ടാക്കുമ്പോൾ ആ ഒരു അളവിൽ കൃത്യമായിട്ട് വന്നിട്ടില്ലെങ്കിൽ കഴിക്കാൻ ഒരു രസവും ഉണ്ടാവില്ല കേട്ടോ. നമ്മുടെ വടയൊക്കെ അവിടെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ കാണുമ്പോൾ തന്നെ അടിപൊളിയായിട്ടുള്ള വടയാണ്. എൻ്റെ ഫേവറേറ്റ് ഐറ്റമാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ ദീപാവലിയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റം ഏതാണെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഒന്ന് ചൂടൊക്കെ തണിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്നും കൂടി അതിൻ്റെ സിറപ്പൊക്കെ ഒന്ന് ഉള്ളിലും പുറത്തൊക്കെ ഒന്ന് അടിപൊളിയായിട്ട് വന്നോളും. അപ്പം കഴിക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. കണ്ട ഉൾഭാഗത്തൊക്കെ തന്നെ അടിപൊളിയായി വന്നിട്ടുണ്ട്. കൂടുതൽ മധുരമൊന്നുമില്ല, ഒരു പാകത്തിലുള്ള മധുരമൊക്കെയുള്ളൂ കേട്ടോ. അപ്പം എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് പറയാൻ മറക്കരുത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും തൊട്ടടുത്തുള്ള കുഞ്ഞുമല്ലിക്ക് എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ്സാകാതെ ലഭിക്കുള്ളൂ കേട്ടോ. അപ്പം തീർച്ചയായും വീഡിയോ കണ്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോസിൽ കാണുന്നതായിരിക്കും. ടേക്ക് കെയർ. ബൈ.